മാരുതി സുസുക്കി ഒമിനിയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ആകാത്തതുകൊണ്ട് കസ്റ്റമർ ബ്രേക്ക് ഡൗൺ ആയിട്ട് വിളിച്ചിട്ട് വന്ന വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ക്രാങ്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ആവില്ല. ടൈം ബെൽറ്റ് പൊട്ടിയാണ്. ടൈം ബെൽറ്റ് പൊട്ടിയിട്ടില്ല, ടൈം ബെൽറ്റ് സ്ലിപ്പാകുന്നുണ്ടാ. ടൈം ബെൽറ്റിന്റെ അടിയിലുള്ള അതിന്റെ ആ ബെൽറ്റിലുള്ള ടീത്തുകൾ തേഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ട്. ചില സ്ഥലത്ത് ഒരു ഏരിയയിൽ മൊത്തം ടീത്തുകൾ മൊത്തം ഇതായി പോയിട്ടുണ്ട്. ഞാൻ കറക്കിയിട്ട് കാണിച്ചു തരാം. അതായത് കറക്കുമ്പോൾ ചില സ്ഥലത്ത് എത്തുമ്പോൾ ബെൽറ്റ് എന്ത് ചെയ്യും, സ്ലിപ്പാവും. ജസ്റ്റ് ഒന്ന് സ്ലിപ്പാവുന്നുണ്ട് കണ്ട. ഇത്രയും ഏരിയയില് ബെൽറ്റിലെ ടീത്ത് ഉണ്ട് സ്ലിപ്പായിട്ട്. ഇപ്പൊ മീൻസ് ടീത്തില്ല അവിടെ കണ്ട, ടീത്തില്ല. ഇവിടെ നിന്ന് മുതൽ ഞാൻ ലൈറ്റ് അടിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ വരെ ടീത്തില്ല. അത്രയും ഭാഗത്ത് ടീത്തില്ല ബെൽറ്റിന്. അപ്പൊ ആ ഭാഗത്ത് എത്തുമ്പോൾ എന്തായാലും ക്രാങ്ക് കറങ്ങില്ല. ക്രാങ്ക് കറക്റ്റ് ഡ്രൈവ് കിട്ടില്ല. അപ്പൊ വണ്ടി എന്ത് ചെയ്യും, ഓഫായി പോകും. അപ്പൊ ഇതൊക്കെ മാറി ടൈം ബെൽറ്റ് മാറണം. അതുപോലെ അതിന്റെ ടെൻഷനർ, ബാക്കി കവറിൽ വരുന്ന കിറ്റൊക്കെ വരുക. ഈ ഒരു കവറിൽ ഇതിന്റെ പാക്കിങ് പോലത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ മാറ്റാം. ആ ടൈം ബെൽറ്റ് കറക്റ്റ് സമയത്ത് മാറിയില്ലെങ്കിൽ ചില വണ്ടിയിൽ ഇപ്പൊ കിലോമീറ്റർ 82,000 കാണിക്കുന്നുള്ളൂ. കൊണ്ടാ നമ്മൾ ടൈം ബെൽറ്റിങ് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ടൈം ബെൽറ്റ് അയച്ചെടുത്തതാ. ടൈം ബെൽറ്റിന്റെ ഒരു 10-14 പല്ല് കണ്ട. അതിന്റെ ടീത്ത് 10-14 ടീത്ത് കട്ടായിട്ടുണ്ട് കേട്ടോ. ഈ ടൈം ബെൽറ്റ് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ടെൻഷനർ വെച്ചെടുക്കാം. ടെൻഷനർ ഭയങ്കര സൗണ്ട് ഉള്ളില്ല, ഇതൊന്നും അറിയില്ല കണ്ടാ. അതിന്റെ ബെയറിംഗ് ഒക്കെ പോയില്ല. ടെൻഷന്റെ ബെയറിംഗ് നോയ്സ്, ഭയങ്കര നോയ്സാണ്. ഇത് ബെൽറ്റ് ഇട്ടിട്ട് ഇതാകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഇതിൻ്റെ കംപ്ലൈൻറ്റ്, ബെയറിംഗ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബെയറിംഗ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ടെൻഷൻ അങ്ങനെ ചിലപ്പോൾ ഷെയ്ക്കൊക്കെ വന്നിട്ട് പിന്നെയും ബെൽറ്റിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ ടൈം ബെൽറ്റും ടെൻഷനറും പുതിയത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ടൈം ബെൽറ്റ് ഇട്ട് പുതിയ ഇട്ട്, അതുപോലെ ടെൻഷനർ കണ്ട. ടെൻഷനർ ഇട്ടിട്ട് ടൈമും കറക്റ്റ് മാർക്ക് വെച്ചിട്ട്